മോനെ ഫോൺ. ബാങ്ക് മാനേജറാ. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. അതിന് നമുക്ക് മറുപടി പറയാൻ ഒരു സമയമുണ്ട്. ഹലോ. ഓക്കെ, താങ്ക് യു. എന്താ മോനെ? അയാളിപ്പോ ആ പഴയ മാനേജറായി മാറി മുത്തശ്ശ. വാൾസ് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് 20 കോടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിന്ന്. സഞ്ജു, നീ വീണെടുത്തു നിന്ന് എഴുന്നേറ്റു. ഇനി ഒരു കാലത്തും നിനക്ക് വീഴേണ്ടി വരില്ല. വീഴ്ച അതായിരുന്നില്ലേ ഗോവിന്ദ്? എനിക്ക് നന്ദി പറയാനുള്ളത് ലച്ചുവിനോടാ. നീ ഭാഗ്യലക്ഷ്മി തന്നെ ലച്ചു. ഞങ്ങളുടെ കുടുംബം കാത്തുരക്ഷിക്കാമെന്ന ഭാഗ്യദേവത. അയ്യോ അരുതേ, നിങ്ങൾ എന്റെ ദൈവം. എന്താ മോളെ ലച്ചു? ആര് രാജുവേട്ടാ? ആ സ്ത്രീ വീണ്ടും വന്നു. ആര്? ദക്ഷോ? അതെ, ഞാൻ തന്നെ. സഞ്ജു, സഞ്ജു, നിനക്കൊരു മനസ്സുമാറ്റം വന്നു എന്ന് ഞാൻ കരുതുന്നു. അതെ, ഞാൻ ആലോചിച്ചു. നിനക്ക് നല്ല ബുദ്ധി തോന്നിയത് നന്നായി. അമ്മ ചെല്ല്. കുടിക്കാൻ ചായ എടുക്കല്ലേ? വിരോധമില്ല. രാജു, നീ ഒരു ചായ കൊണ്ടുവാ. നമ്മുടെ ബിസിനസ് പാർട്ണറാ വന്നിരിക്കുന്ന. ശരി. നിങ്ങളിരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സ്വതി, ഞാൻ കളിയക്കം പറയുന്നതല്ല. നീ ഇപ്പോഴാ ശരിക്കും ഒരു കുടുംബ സ്നേഹിയായ മകനായത്. നീ ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവനാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് സത്യമായ കാര്യമാണ്. സഞ്ജുവിന് വീടും വീട്ടുകാരും കവിഞ്ഞ് ആരുമില്ല. ആരോടും പറയാതെ കുറച്ചു ദിവസം സഞ്ജു മാറി നിന്നത് പോലും ഈ വീട് ജപ്തി ചെയ്യുന്നത് കാണാനുള്ള ശക്തി ഇല്ലഞ്ഞിട്ടാ. ഇത്രയും മാനസിക സംഘർഷം അനുഭവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പോരല്ലോ. നമ്മൾ അവസാന നിമിഷം വരെയും ഫൈറ്റ് ചെയ്യണ്ടേ? ഞാൻ ഫൈറ്റ് ചെയ്തു. അത് വാശി
സമ്മതം പറയുന്നു. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 75% ഷെയറും നീ എനിക്ക് എഴുതി തരുന്ന എഗ്രിമെന്റാ ഇത്. ഞാൻ എന്നും അങ്ങനെ എറിയുമ്പോ ഒരു മുഴ മുന്നിലെറിയും. ആ അത് നല്ലതാ. എറിയുന്നത് ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാവണം. ലക്ഷ്യമില്ലാതെയുള്ള ഏറായിരുന്നു നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തന്നെയാ ഞാൻ ലക്ഷ്യമാക്കിയതെങ്കിലോ. ആ നീ ആ പേപ്പേഴ്സൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. നടുക്കടലിൽ താഴാൻ പോകുന്ന മംഗലശ്ശേരി എന്ന കപ്പലിന് ഞാനൊരു തുക ഇട്ടിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത തുകയായിരിക്കും അത്. ഒപ്പിട്ട് തന്ന് ചെക്ക് വാങ്ങി കരകയറാൻ നോക്ക്. മോഹവിലയാണല്ലോ. നമ്മൾ രക്ഷപ്പെട്ടു സ്വാതി. അതെ, മാണിക്യമംഗലത്തുകാരുടെ ഔദാര്യമായി ഇത് കാണണം. അമ്മോ അതിങ്ങോണ്ടോ. ഇതെന്താ? ഞാൻ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്. ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് തന്നെയാ. എന്താ ഇത്? മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 25% ഷെയർ നിങ്ങൾ വാങ്ങിയതിന്റെ ഡോക്യുമെന്റ്സ്. അതിന്റെ കൂടെ മറ്റൊന്നുകൂടി, ഷെയർ മടക്കി തന്ന് പണം കൈപ്പറ്റിക്കൊള്ളാമെന്നുള്ള കരാറും. പിന്നെ ഷെയർ നിലനിർത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. നീ എന്താടാ കളിയാക്കുന്നോ? 4 കാശെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടോടാ നിനക്ക്? എന്ത് കണ്ടിട്ടാടാ നീ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഈ അഹങ്കാരം കണ്ടിട്ട് തന്നെയാ. സ്വാതി, അമ്മുവിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഇവർക്ക് കൊടുക്കുക. നിങ്ങളുടെ 25% ഷെയറിന്റെ പ്രോഫിറ്റ്. അവസാന മാസങ്ങളിൽ ഓഹരിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല. നിങ്ങൾക്കിത് വാങ്ങാതിരിക്കാനാവില്ല. കാരണം നിങ്ങൾക്കിത് അവകാശപ്പെട്ടതാ. ഞങ്ങൾക്ക് ആരുടെ ഒരു ഔദാര്യവും വേണ്ട. ഓൺലി ബിസിനസ്. നിങ്ങൾക്കിത് ലാഭമോ? മുംബൈയിലെ വർമാജിയെ വിളിച്ച് പറ, സഞ്ജയ് പണിക്കർ ബിസിനസ് പഠിച്ചത് ഇഞ്ചിക്ക് കള പറിക്കാനല്ലെന്ന്. അതെന്ത് പോക്ക ദക്ഷമേ? ദക്ഷമ വലിയ സ്വപ്നം കേട്ട് കൊണ്ടുവന്ന ഫയൽ മംഗലശ്ശേരിയിൽ അലമാരയിൽ വെച്ച് പൂട്ടാനുള്ളതല്ല. പിടി. ഇനി നിങ്ങൾക്ക് ഈ കുടുംബത്തെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. സകല മാലിന്യങ്ങളും പുറന്തള്ളിയിട്ട് ഒരു ശുദ്ധികലശം നടന്ന കാര്യമൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല.
കാർമികത്തിന് ചന്ദ്രബിംബം മറയ്ക്കാം, കുറച്ച് സമയത്തേക്ക്. അധിക സമയം കാർമികത്തിന് ചന്ദ്രന് മറയ്ക്കാനും ആവില്ല. ഒരു കാറ്റിലതങ്ങ് പാറിപ്പോവും. അപ്പോഴും ചന്ദ്രൻ അവിടെ തെളിഞ്ഞു തന്നെ നിൽക്കും. നീ ഈ വാചകമൊക്കെ എവിടെ നിന്ന് പഠിച്ചടി? അതിന്റെ ക്രെഡിറ്റും എന്റെ മുത്തശ്ശിക്കാം. ശരി അച്ഛാ, എന്നാ ഞാൻ പോയിട്ട് വരാം. ആ, അത് ഞാൻ സംസാരിച്ചോളാം. ആഹാ. അതെ അച്ഛാ, എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടേ ഞങ്ങൾ വരൂ. അരവിന്ദേട്ടൻ ഉത്തമനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആണായിട്ട് ഒരാൾ കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? അച്ഛൻ ഫോൺ വെച്ചു. മംഗലശ്ശേരിന്ന് വന്നിട്ട് ഞാൻ വിവരങ്ങൾ വിളിച്ചു പറയാം. പെങ്ങളെ, ഞാൻ എത്തി. ആ ഉത്തമ, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. ദാ പട്ടാഭി ഗുരുവായൂരപ്പന്റെ പ്രസാദം. ആ, ഇത് കൊണ്ടുവന്നത് എന്തായാലും നന്നായി. അളിയൻ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? കോള് വന്നപ്പോ ബാഗും എടുത്ത് പട്ടാമ്പിന്ന് നേരെ ഞാനിങ്ങ് വണ്ടി കയറി. വിവരങ്ങളൊക്കെ അരവിന്ദേട്ടൻ പറഞ്ഞല്ലോ. ഉം, കല്യാണം കഴിയുന്നത് വരെ ഉത്തമൻ എന്റെ കൂടെ നിൽക്കണം. കാര്യങ്ങളെല്ലാം അളിയൻ പറഞ്ഞു. പക്ഷെ ആശപ്പെങ്ങളെ, നമ്മുടെ പയ്യനൊരു ഡോക്ടറല്ലേ? ഹെ, പെണ്ണിന്റെ ക്വാളിറ്റി എന്താ? ഒരു രണ്ടാം കെട്ടുകാരി. സത്യത്തിൽ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതും പോരാഞ്ഞിട്ട് താലി കെട്ടിയവന്റെ വീട്ടിൽ പൊറുതിയും. അയ്യയ്യേ, നാണക്കേടല്ലേ? ദത്രേത്ത് മനയിലെ പെൺകുട്ടിക്ക് ഇങ്ങനൊരു ബന്ധം വേണോ? ആശപ്പങ്ങളൊന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ചു നോക്ക്. ഉത്തമ മിലിറ്ററിയിൽ നിന്ന് സുബേദറായിട്ട് പിരിഞ്ഞ ആളല്ലേ? അതെന്താ ആശപ്പങ്ങൾക്കൊരു സംശയം? മദ്രാസ് റെജിമെന്റിലെ 3ാം ബറ്റാലിയൻ. മതി മതി, പട്ടാളക്കാരെ ഒന്ന് നിർത്ത്. 12 പേരെ കൊന്ന കഥ കേട്ട് കാത് തഴമ്പിച്ചതാ. പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? അവനൊരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിരിക്കുക. അതിന് നമ്മൾ കൂട്ടിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരണം. ഉത്തമൻ എന്റെ കൂടെ വാ. എന്നിട്ട് ആ പെൺകുട്ടി ഒന്ന് കാണ്. എന്നിട്ട് മതി കണ്ണടച്ചുള്ള ഉത്തമന്റെ നിരീക്ഷണം. ഞാനിത് അവനോട് പറയാനിരുന്നതായിരുന്നു ആശപ്പങ്ങളെ. ജീവിതം പുറത്തു നിന്ന് നോക്കിയാ അവലോസുണ്ട പോലെയാണ്. കടിച്ചു കഴിയുമ്പോഴേ അവരെ അറിയൂ. നമ്മുടെ കൊച്ചൻ പെട്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ അവൻ ആ വീട്ടിൽ താമസിക്കാനും അനുവാദം നൽകി. അവനെ അവരവിടെ കുരുക്കിയിടാനാ നോക്കിയത്. അവളെ മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ചാലേ മറ്റവന് തലയുരാൻ പറ്റൂ. അവിടെ ചെന്ന് ഇതൊക്കെ പറയാനാണെങ്കിൽ ഉത്തമൻ എന്റെ കൂടെ വരണമെന്നില്ല. ഞങ്ങൾ ഈ വിവാഹം നടന്നു കാണാൻ പ്രാർത്ഥനയായിട്ട് കഴിയുന്നവരാ. ശരി, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ പ്രായം 48 കഴിഞ്ഞിട്ടും ഒരു വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത നിനക്ക് ജീവിതത്തെ പറ്റി എന്തറിയാം? ജീവിത അവിലോസുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ടാ ഒരു പെണ്ണ് പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്തത്. ഈ 48 വയസ്സിൽ മുക്കാ പങ്കും ഉത്തമ സ്വന്തം കാര്യം നോക്കിയിട്ടല്ല രാജ്യത്തെ സേവിച്ചത്, അറിയോ? അതെ, നമുക്കുടനെ പോണം. പോകാം. പിന്നെ ആ വീട്ടിൽ ഒരു ഗർഭിണിയായ പെങ്കൊച്ചുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. എന്താ പിന്നെ നമുക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ സുബേദാർക്ക് കാര്യബോധമുണ്ട്. പിന്നല്ലാതെ. എന്താ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആശപ്പങ്ങള് കുറച്ച് പലഹാരം വാങ്ങാൻ വേണ്ടി കുറച്ച് കാശൊക്കെ എടുത്ത് വെച്ചേക്ക്.
ഈ കല്യാണം ഉത്തമം പൊളിച്ചടിക്ക് കൈ തന്നിട്ട് പട്ടാമ്പിക്ക് വണ്ടി കയറും. ആ മോൻ വിളിക്കുന്നല്ലോ. ഞങ്ങൾ ഇറങ്ങായി മോനെ. ഒരു കാരണവശാലും അമ്മ മംഗലശ്ശേരിയിലേക്ക് ഉത്തമൻ മാമയെ കൊണ്ടുപോകരുത്. ഒന്നും ഇല്ലേലും അവൻ നിന്റെ വകയിലൊരമ്മാവനല്ലേ? അവിടെ ചെന്ന് വിഡിത്തം പറഞ്ഞ അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അമ്മ വെച്ചോ. ആ, രാജു വന്നതുകൊണ്ടൊരു സമാധാനമുണ്ട്. ആ, അവനെന്തായാലും ഇനി കുറച്ചുനാൾ ഇവിടെ കാണുമല്ലോ. ആ അങ്കിളെ, ഞാനിന്ന് ഓഫീസിലേക്ക് ഇറങ്ങാം. ആ, ഇന്ന് ഗോവിന്ദിന്റെ അമ്മൂന്റെ വിവാഹം നിശ്ചയിക്കാൻ അവരിങ്ങോട്ട് വരികയല്ലേ? നീ ഓഫീസിൽ പോയാലെങ്ങനെ? ആ, മുത്തശ്ശനും അങ്കിളും അമ്മയൊക്കെ ഇവിടെ ഇല്ലേ? എനിക്ക് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ട്. എന്തു തന്നെ ആയാലും അവര് വന്നിട്ട് നീ പോയാ മതി. അതല്ലേ മോനെ ശരി. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ സഞ്ജുവിനോട് പറഞ്ഞതല്ലേ. ആ, പിടിച്ച പിടിയാലെ വിവാഹ നിശ്ചയം നടത്തി വെക്കണം. ഇത് കർക്കിടക മാസമല്ലേ? കല്യാണം ചിങ്ങമാസം ആദ്യം. അമ്മൂന്റെ മനസ്സ് മാറിയ എല്ലാം തീർന്നു. അയ്യോ ശരിയാ. ഏയ്, ഇനി അവളുടെ മനസ്സെന്തായാലും മാറില്ല. അല്ല, അന്നത്തെ താലികെട്ടിന് രേഖ വല്ലതും ഉണ്ടോ സഞ്ജു? ക്ഷേത്രത്തിൽ എഴുതി ഒപ്പിട്ട് പോയാ അത് രേഖ തന്നെ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. താലി കിട്ടിയ ഉടനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്പൊ എന്ത് ലാഘവത്തോടെ സഞ്ജു അത് പറയുന്നത്? എന്ത് സത്യവും പുറത്തു വരാൻ ഒരു സമയമുണ്ട്. അത് നമ്മൾ അങ്ങനെ കരുതിയാ മതി. അങ്ങനെയല്ല അച്ഛ. ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ദേവിയായി അങ്ങനൊരു വഴി തുറന്നു തന്നതാ. അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അവരെത്തിയിട്ടുണ്ട്. മൂസ് തിരുമേനി രാവിലെ എന്നെ വിളിച്ചിരുന്നു. ഏതോ VIP മനയിൽ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടത്രേ. അപ്പോ ആശ മാത്രമാണോ വരുന്നത്? വകയിലെ ആശയുടെ ഒരു ആങ്ങള കൂടെ ഉണ്ടെന്ന്. അവര് വന്നു അച്ഛ. നമസ്കാരം. നമസ്കാരം. വാ, ഇരിക്ക്. ഇരിക്ക്. ഇരിക്കെ. അല്ല, ഗോവിന്ദ് വന്നില്ലേ? അവനിന്ന് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. ഇദ്ദേഹം ഇതെന്റെ വല്യമ്മയുടെ മകനാ. ഞാൻ ഉത്തമൻ, മിലിറ്ററിക്കാരനാ. താമസം അങ്ങ് പട്ടാമ്പിയില്ല. ഞാൻ പ്രഭാചന്ദ്രൻ, സഞ്ജുവിന്റെ ഫാദറിലോയാ. ആ, നിങ്ങളെ പറ്റിയൊക്കെ പെങ്ങള് പറഞ്ഞിരുന്നു. മകള് മനയിൽ ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് ഞാനവിടെ വന്നിരുന്നു. ആ മോള ഇത്. പട്ടാമ്പിലാണോ ഭാര്യ വീട്? ഞാൻ കോണിക് ബാച്ചിലറാണ്. സുഖം സമാധാനം. അതെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഉത്തമന്റെ ഭാഷയെ പറഞ്ഞ ചേരുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടാത്തതാ കാര്യം. പെങ്ങളെ, ഇതങ്ങ് കൊടുക്ക്. ആ എന്നാ മോളെ. അല്ലെ, ഇതെന്താ? കുറച്ചു മധുരപലഹാരങ്ങളാ. ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ഇതിനൊന്നും കാര്യമില്ലായിരുന്നു അമ്മ. എന്റെ സന്തോഷത്തിനാണെന്ന് മോള് കരുതിയാ മാത്രം മതി. പിന്നെ ആ പെൺകുട്ടിയുടെ സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ സിറ്റിയിൽ എവിടെയോ ഉണ്ടെന്നാണ് കേട്ടത്. അത് വിവാഹത്തിന് അവര് വേണ്ടതല്ലേ?
അവൾക്ക് അങ്ങനെ ബന്ധുക്കൾ ആരുമില്ല. അവളുടെ ബന്ധുക്കള് ഞങ്ങളൊക്കെ തന്നെയാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഉത്തമൻ അത് വിട്ടേക്ക്. നിങ്ങളിരിക്കും, ഞാൻ പോയി ചായ എടുക്കാം. ആശപ്പങ്ങളെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമൊന്നും ലോകത്തില്ല. അവൾക്ക് 2 ആങ്ങളമാരുണ്ട്. അമ്മ 2ആണെങ്കിലും അച്ഛൻ വഴിയുള്ള ബന്ധമാ. കല്യാണത്തിന് സ്വീകരിക്കാൻ സഹോദരൻ വേണ്ടേ? ഉത്തമനെ അരവിന്ദേട്ടൻ അയച്ചത് വിവാഹം നടത്താൻ വേണ്ടി കൂടെ നിൽക്കാനാ, മുടക്കാനല്ല. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞു തീരുമാനിച്ച കാര്യങ്ങളാ.